ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേദാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്പർ സിസ്റ്റമാണ് നോക്കുന്നത്. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതല്ലാതെ ടോഷിൻ്റെ തിയറം, പിന്നെ റിമൈൻഡർ തിയറം, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും പ്ലസ് കൺസെപ്റ്റ് ഉറച്ചാൽ പെട്ടെന്ന് ഹാർഡായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു തിയറം, അതാണ് ടോഷൻ തിയറം. നമ്മൾ ആ രണ്ട് കാര്യങ്ങളായിരിക്കും ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫുൾ ഇതായിരിക്കില്ല. ടോഷിൻ്റെ തിയറവും പിന്നെ നമ്പർ സിസ്റ്റത്തിലെ തന്നെ റിമൈൻഡർ തിയറും അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നതാണ്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം റിമൈൻഡർ തിയറം. ഓക്കെ, അപ്പോൾ ആദ്യം റിമൈൻഡർ തിയറം, അത് വേറൊന്നുമല്ല, റിമൈൻഡർ തിയറം. ഇപ്പോൾ റിമൈൻഡർ തിയറം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏതൊരു സംഖ്യയും ഡിവൈഡ് ചെയ്യാൻ നേരം ആ ഡിവൈഡ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് അത് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു സംഖ്യയുണ്ട്, അതായത് 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9-നകത്ത് ഒരു തവണ അടങ്ങും. എത്ര? 5, റിമൈൻഡർ 4. ഇങ്ങനല്ലേ ചെയ്യുന്നത്? അപ്പം ഇതൊരു നമ്പറിൻ്റെ ബേസിക് ഫോർമാറ്റ്, അതായത് 9 എന്ന് പറയുന്ന സംഖ്യയാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡിവിഡൻഡ് 9 ആയിരിക്കും. 9 ഈസ് ഈക്വൽ ടു, ഇനിയും ഡിവൈസർ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയും. 5 ഇൻറ്റു, ഇവിടെ കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 9-ൽ 5 എത്ര തവണ അടങ്ങും? ഒരു തവണ. ആ 1 ഇവിടെ എഴുതി, അതായിരിക്കും കോഷ്യൻ്റ്. 1 പ്ലസ് ശിഷ്ടം എത്ര വന്നു? അതായത് 4 ബാക്കി വന്നു, റിമൈൻഡർ വന്നു, അപ്പം +4. അപ്പം ഇങ്ങനെ എഴുതുന്ന ഒരു ഫോർമാറ്റിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. അപ്പോൾ ഈ ഫോർമാറ്റ് ആലോചിച്ച് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ വഴി ഇതെങ്ങനെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഇത് ക്ലിയർ അല്ലേ? എങ്കിൽ നോക്കിക്കേ. On dividing a certain number by 363, we get 17 as the remainder. What will be the remainder when the same number is divided by 11? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്ന ട്രിക്ക് എന്ന് പറയുന്നത്, ഈ ഡിവൈസറിനെ, അതായത് ആദ്യത്തെ കേസിൽ കിട്ടുന്ന റിമൈൻഡർ എത്ര? 17. ഇനി രണ്ടാമത്തെ കേസിലെ ഡിവൈസർ എത്ര? 11. അപ്പം ആദ്യത്തെ കേസിലെ റിമൈൻഡറിനെ രണ്ടാമത്തെ കേസിലെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയെന്നുള്ളത് നോക്കാം. നോക്കി, ഒരു സർട്ടൈൻ നമ്പറിനെ ഞാൻ ഡി എന്ന് വിളിച്ചു. ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത്? 363 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പം ഡിവിഡൻഡ് ഈസ് ഈക്വൽ ഡിവൈസർ ഇൻറ്റു, ആ സമയത്ത് ഒരു കോഷ്യൻ്റ് കിട്ടി, എനിക്കറിയത്തില്ല, ക്യൂ. അപ്പോൾ കിട്ടിയ റിമൈൻഡർ എത്ര? 17. ഓക്കെ അല്ലേ? ഇനി ഈ സെയിം നമ്പറിനെ, ഈ നമ്പറല്ല, അതായത് നമ്പർ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഇതല്ലേ നമ്പർ, ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര എന്നാണ് പറഞ്ഞത്. അതായത് 363 ക്യൂബ് പ്ലസ് 17 ബൈ 11. ഇത് ചെയ്യാൻ നേരം നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്ര എന്നാണ് ചോദ്യം അല്ലേ? നോക്കിക്കേ, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ നേരം 363 ക്യൂബ് ബൈ 11 പ്ലസ് 17 ബൈ 11 ഇങ്ങനെ എഴുതിക്കൂടെ? 363 11ൻ്റെ മൾട്ടിപ്പിളാണ്. കാരണം ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് 3 പ്ലസ് 3 എത്ര? 6 മൈനസ് അടുത്ത നമ്പർ, അതായത് ഒന്നിടവിട്ട സംഖ്യകളുടെ സം എടുക്കുക. ഇവിടെ 3 3 6. ഇനിയുള്ളത് ഏതാ? 6. അത് ഇതിൽ നിന്ന് കുറയ്ക്കാൻ നേരം 0 11 ആണ് കിട്ടുന്നതെങ്കിൽ അത് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് 11ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇവിടെ റിമൈൻഡർ കാണോ? ഒരു കാര്യം ഡിവൈഡ് ചെയ്യപ്പെട്ട് പോവുകയാണെങ്കിൽ റിമൈൻഡർ ഇല്ല, 0 പിന്നെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. 11നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം 17-നകത്ത് 11 എത്ര തവണയുണ്ട്? ഒരു തവണ അടങ്ങും. 11 ശിഷ്ടം എത്ര വന്നു? 6 വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കല്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യത്തെ കേസിലെ റിമൈൻഡർ എത്ര ആണോ അതിനെ 11 കൊണ്ട് ആദ്യം നോക്കുക. ഈ 363 ഓക്കെ കിട്ടിയ ഈ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ഡിവൈസർ, ഇത് ഫസ്റ്റ് ഡിവൈസർ, ഇത് സെക്കൻഡ് ഡിവൈസർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡിവൈസർ ഫസ്റ്റ് ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ
ആണെങ്കിൽ, അങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ റിമൈൻഡർ എത്രയാണോ അതിനെ രണ്ടാമത്തെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിമൈൻഡർ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം നോക്കുക. ഓക്കെ, 363 11 ഇത് ആദ്യത്തെ ഡിവൈസർ, സെക്കൻഡ് ഡിവൈസർ. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഡിവിസിബിലിറ്റി റൂൾ നോക്കുക. ഓക്കെ, ഡിവിസിബിൾ ആണെങ്കിൽ ആദ്യത്തെ റിമൈൻഡറിനെ ആ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര ശിഷ്ടം? 6. അപ്പോൾ ഓപ്ഷൻ 6 കുത്താനായിട്ട് അല്ലെങ്കിൽ സി കുത്താനായിട്ട് നമുക്ക് പറ്റും. ക്ലിയർ അല്ലേ? നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ രീതിയിൽ ചെയ്തേ. 13 × 17 221. അതായത് ഡിവിസിബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ നമ്മൾ മറ്റേതിൻ്റെ പറയാൻ നേരം എങ്ങനെ വരും? ന്യൂ റിമൈൻഡർ എന്ന് പറയുന്നത് ഏതാ? ഈ കേസിലെ ആദ്യത്തെ റിമൈൻഡർ ബൈ രണ്ടാമത്തെ ഡിവൈസർ. എത്ര? 13. 13 × 2 26. 2 തവണ അടങ്ങും. ശിഷ്ടം അതായത് 13 × 2 26. 30-നകത്ത് 26 വരെ പറ്റും. 13 2 തവണ. അപ്പോൾ ശിഷ്ടം എത്ര ആയിരിക്കും അതിന്? റിമൈൻഡർ 4 ആയിരിക്കും. കണ്ടോ, ഒറ്റയടിക്ക് നമുക്ക് പെന്ന് പോലും എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ മനക്കണക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റിയ? ആദ്യത്തെ ഡിവൈസർ 221 കൊണ്ടാണ് ഏതോ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഡിവൈസറും രണ്ടാമത്തെ കേസിലെ ഡിവൈസറും മൾട്ടിപ്പിൾസ് ആണ്. അതായത് ആദ്യത്തെ ഡിവൈസറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പറ്റുമെങ്കിൽ ഇനി പ്രൊസീഡ് ചെയ്യുക. ആദ്യത്തെ റിമൈൻഡർ ബൈ രണ്ടാമത്തെ ഡിവൈസർ ചെയ്യുക. റിമൈൻഡർ എത്രയാണോ അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് n² + 5n + 8 ആണ്. ഓക്കെ, n² + 5n + 8 ആണ്. അപ്പം നോക്കിയാൽ അപ്പം നമ്മൾക്ക് മുമ്പത്തേതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എപ്പോഴും ഇതാണ്ടേ, when a number is n is divided by 6 leaves a remainder 3. What will be the remainder when n² + 5n is divided by 6? രണ്ടാമത്തെയും ആദ്യത്തെയും ഡിവൈസർ സെയിം. അതായത് 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ റിമൈൻഡർ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ചെയ്യുന്ന ഷോർട്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 3 n-ൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. അപ്പം 3² + 5 × 3 + 8 ബൈ 6 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നു നോക്കണം. എത്ര വരും? അതായത് 9 + 15 + 8 ബൈ 6. അതായത് 9 15 24 24 കിട്ടും 32. 32 ബൈ 6 എത്ര റിമൈൻഡർ? 2. കാരണം 6 × 5 30. ശിഷ്ടം 2. അപ്പോൾ 2 ആയിരിക്കും റിമൈൻഡർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എന്ത് ചെയ്തു? n-ൻ്റെ സ്ഥാനത്ത് റിമൈൻഡർ ഇട്ട് കൊടുത്തിട്ട് കിട്ടുന്നതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ നോക്കിയേ, നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു നമ്പർ n എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റിനെ q എന്നെടുത്തു, പ്ലസ് ആ സമയത്ത് റിമൈൻഡർ എത്ര? 3. ഓക്കെ അല്ലേ? അപ്പോൾ n² എന്ന് പറയുമ്പോൾ എന്ത് വരും? n² + 5n + 8 എന്ന് പറയുന്നത് n-ന് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. n-ൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. 6³ + 3 the whole square plus 5 × 6³ + 3 + 8 അല്ലേ? അതായത് 6³ + 3 the whole square എന്ന് പറയുകയാണെങ്കിൽ 6² q² plus 2 × 3 × 6³ × 6³ plus 3² plus 5 × 6³ plus 3 × 5 plus 8. നോക്കിക്കേ, ഇതിനെയാണ് ഞാൻ ഇനിയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടുന്നു എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം നമുക്ക് ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് 6² q² / 6 പ്ലസ് 2 × 3 × 6³ / 6. അതായത് ഈ ഓരോ ടേംസിലും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? 6² q² / 6 ഇവിടെ ഒരു 6 ഉണ്ട്, ആ 6ഉം കട്ടായി പോകും. അപ്പോൾ 6 കൊണ്ട് ഡിവിസിബിളാണ്. ഈ 1 2 3 ഈ 3 ടേംസിലും 6 ഡയറക്റ്റ് ഉണ്ട്, അല്ലെ 6ൻ്റെ മൾട്ടിപ്പിൾസാണ്. അപ്പം നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈനിങ് നോക്കിക്കുക എന്തൊക്കെയാണ് ബാക്കി വരുന്നത്? 3² വരും, 3 × 5 വരും, 8 വരും. ഇതിനെ 6 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ ഉണ്ടോ എന്നല്ല ഇനി കണ്ടുപിടിക്കണം. ബാക്കിയുള്ള എല്ലാം 6ൻ്റെ ഇതെല്ലാം 6ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ റിമൈനിങ് വരുന്നത് 3 സ്ക്വയർ 3 ഇൻറ്റു 5 8, അതായത് 3 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 5 പ്ലസ് 8. അതല്ല നമ്മൾ ആദ്യം ചെയ്തേ. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം റിമൈൻഡർ എത്ര കിട്ടുന്നു എന്ന് ഇനി നോക്കിയാൽ മതി. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് വന്ന വഴി. ഈ ക്വസ്റ്റ്യൻ കാണാൻ നേരം n സ്ക്വയർ പ്ലസ് 5n പ്ലസ് 8ന് 3 ഇട്ട് കൊടുത്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്, 2 ആയിരിക്കും റിമൈൻഡർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിവൈസർ, ആദ്യത്തെ ഡിവൈസർ 10 ടൈംസ് ദ കോഷ്യൻ്റ്. അപ്പോൾ കോഷ്യൻ്റ് എന്ന് പറയുന്നത് 10 ടൈംസ് ദ കോഷ്യൻ്റ് ആയിരിക്കും ഡിവൈസർ എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് 4 ടൈംസ് ദ റിമൈൻഡർ. ഈ സെയിം ഡിവൈസർ തന്നെയാണ് 4 ടൈംസ് ദ റിമൈൻഡർ എന്ന് പറയുന്നത്. റിമൈൻഡർ 45 ആണെങ്കിൽ അപ്പോൾ 4 ഇൻറ്റു 45 ഡിവൈസർ എത്ര വരും? 180 വരും, അല്ലേ? അതായത് ഡിവൈസർ 180 വരും, റിമൈൻഡർ 45 അപ്പം ഈ ഫോർമുലയ്ക്കകത്ത് ഡിവൈസറിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഡിവൈസർ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ക്യൂ. അപ്പോൾ ക്യൂ എത്ര വരും? 180/10 18 ആയിരിക്കും വരുന്നത്. വാട്ട് ഈസ് ദ ഡിവിഡൻഡ് ഓഫ് ദി റിമൈൻഡർ? അതായത് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എങ്ങനെ? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു ഡിവൈസർ എത്ര? 180 ഇൻറ്റു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ്. കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. അതായത് 18 3240 45 എത്ര വരും? 3285 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി വിൽ ബി യുവർ ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 19/19 പ്ലസ് 20നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും റിമൈൻഡർ? അപ്പം നോക്കിക്കേ, 19/19 പ്ലസ് 20/18. ഇതിനെ 19/19 പ്ലസ് 20 രണ്ടിനെ 18 കൊണ്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാമല്ലോ. നോക്കിക്കേ, 19/18 എത്ര വരുന്നത്? 19/18 എത്ര വരുന്നത് റിമൈൻഡർ? 19/18 1 അപ്പം 1 ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കിട്ടുന്ന റിമൈൻഡർ 1 പവർ 19 ഉണ്ട്. അപ്പം 1/19 പ്ലസ് 20നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് റിമൈൻഡർ 3. ഇനിയും ഈ കിട്ടിയ ഫർദർ റിമൈൻഡേഴ്സിനെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കണം. അതായത് 1/19 റിമൈൻഡർ 2 ആണ്. 20നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം റിമൈൻഡർ 2. അപ്പോൾ 1 പ്ലസ്, അതായത് 1ൻ്റെ പവർ എത്ര ആയാലും എത്ര തന്നെ വാല്യൂ 1 തന്നെ. 1 പ്ലസ് 2/18 വരും. അതായത് 3/18. 3/18 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എത്ര ആയിരിക്കും? 3 അല്ല ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എങ്ങനെ ചെയ്തേ? 19/19 പ്ലസ് 20/18. ഇപ്പോൾ 2 സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്തു. 19/19/18. 19നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനും റിമൈൻഡർ 1. ആ 1ൻ്റെ പവർ വരും 1/19, 1 തന്നെ. 1 പ്ലസ് 20നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം റിമൈൻഡർ 2 പ്ലസ് 2. ഇനി ഇതിനെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഫർദർ ഒരു സിംഗിൾ യൂണിറ്റ് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ ഡിവിഷൻ പോകണം. അപ്പോൾ ലാസ്റ്റ് 3/18, അതായത് 3 ആയിരിക്കും എന്ത് റിമൈൻഡർ ആയിട്ട് വരുന്നത്, അല്ലേ? ഇനി നമ്മൾ അടുത്തത് ടോഷ്യൻ്റെ തിയറമാണ് നോക്കാൻ പോകുന്നത്. ടോഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. a⁻n/n gives remainder 1. അതായത് ഇങ്ങനൊരു രീതിയിൽ കിടക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ റിമൈൻഡർ എപ്പോഴും, അതായത് a⁻n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം റിമൈൻഡർ എപ്പോഴും 1 ആയിരിക്കും എന്നുള്ളത് മാത്രമേ അതിൽ സിഗ്നിഫൈ ചെയ്യുന്നുള്ളൂ. ഇതിൽ φ(n) എന്ന് പറയുന്നതാണ് എന്ത്? φ(n) ഈസ് ഈക്വൽ ടു ടോഷ്യൻ്റ് ഓഫ് n. ഓക്കെ, അതിൻ്റെ വേറൊരു ഇതും കൂടെ ഉണ്ട്. എയും എന്നും എന്തായിരിക്കണം? കോപ്രൈം ആയിരിക്കണം. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ? എയും എന്നും ഇപ്പം 3ഉം 5ഉം കോപ്രൈം ആണോ അല്ലയോ? കോപ്രൈമാണ്. കാരണം 3നും 5നും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാ? 1. അതായത് 2 നമ്പേഴ്സിൻ്റെ HCF ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ 1 ആണെങ്കിൽ ആ 2 നമ്പേഴ്സ് കോപ്രൈം ആണെന്ന് നമ്മൾ പറയും. 3ഉം 5ഉം 8ഉം 5ഉം കോപ്രൈം അല്ലേ? ഇനിയും 2ഉം 6ഉം കോപ്രൈം ആണോ? അല്ല. കാരണം എന്താ? 6ൻ്റെ ഫാക്ടറാണ് 2. 2ൻ്റെ ഫാക്ടർ 2 തന്നെയാണ്.
അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഇവയ്ക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അതുകൊണ്ട് അത് കോപ്രൈം അല്ല. ബാക്കിയുള്ള രണ്ടെണ്ണം കോപ്രൈമാണ്. കാരണം 8ഉം 5ഉം ഒന്നിനൊന്ന് റിലേറ്റീവ്ലി പ്രൈമാണ്. അതായത് അത് തമ്മിലുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൊണ്ട് മാത്രമേ രണ്ടെണ്ണത്തിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല. ഇത് ഓരോന്നും വെച്ച് രണ്ടിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ഇല്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെ കോപ്രൈം എന്ന് വിളിക്കുന്നു. അപ്പം ഈ ഒരു ഇക്വേഷനിൽ എയും എന്നും കോപ്രൈമും ആയിരിക്കണം. ആൻഡ് ഫൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ ഒരു ഫംഗ്ഷൻ. എന്ത് ഫംഗ്ഷൻ? ടോഷൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. ടോഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് തൽക്കാലം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ടോഷൻ്റ് എന്താണെന്നുള്ളത് നോക്കാം. നോക്കിക്കേ, എൻ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോഷൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതിക്കൂടാ. അതായത് 9നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതിയാൽ 3 × 3 അല്ലേ, അതായത് 3 സ്ക്വയർ എന്ന് പറയാം. ഇനി 18 ആണെങ്കിലോ 2 × 9 എന്ന് എഴുതാം, അതായത് 2 × 3 സ്ക്വയർ. ഇങ്ങനെ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫലമായിട്ട് എഴുതുന്ന ഒരു രീതിയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ആദ്യം എഴുതുക, എന്നിട്ട് ആണ് നമ്മൾ ടോഷൻ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം n എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെ a⁻x × b⁻y × c⁻z എന്നുള്ള രീതി പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതാമെങ്കിൽ ടോഷൻ്റ് ഓഫ് n എന്ന് പറയുന്നത് എന്തായിരിക്കും? n × 1 - 1/a × 1 - 1/b × 1 - 1/c. ഇത് ഒരു ബോക്സിലാക്കി വെച്ചോ. ഒരു നമ്പറിൻ്റെ ടോഷൻ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. എന്തുവാ ടോഷൻ്റ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് കിട്ടുന്ന എന്തുവാ? ഇപ്പോൾ 6ന് എക്സാമ്പിളായിട്ട് 6 എടുക്കുക. n = 6. ഇതിനെങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതാം? n = 2 × 3 എന്ന് എഴുതിക്കൂടെ? 2⁻1 3⁻1. അപ്പോൾ ഇതിൻ്റെ ടോഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ടോഷൻ്റ് ഓഫ് 6 എന്ന് പറയുന്നത് 6 × n × 1 - 1/2 × 1 - 1/3 എത്ര വരും? 6 × 1/2 × 2/3 അല്ലേ? അതായത് ഇതും പോയി ഇതും പോയി, 2 കിട്ടി. അതായത് 6ന് താഴെ 6ന് കോപ്രൈമായിട്ടുള്ള 2 നമ്പേഴ്സ് ഉള്ളു. ഏതൊക്കെയാണ്? 6ന് താഴെയുള്ള നമ്പേഴ്സ് 1 2 3 4 5. ഇതിൽ 5ഉം 6 5ഉം നമുക്ക് എത്ര കിട്ടി? 6 പോയിട്ട് 2/3 2 അല്ലേ? അപ്പം 2 നമ്പേഴ്സ് ഇപ്പം പറയുകയാണെങ്കിൽ 5ഉം നമുക്ക് ഈ പറയുന്ന പോലെ 1ഉം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 നമ്പേഴ്സ് മാത്രമേ കോപ്രൈമായിട്ട് അതിന് കാണുള്ളൂ. 1ഉം ആ നമ്പർ മാത്രം. ഇതിൽ നോക്കിക്കേ, 1ഉം 5ഉം മാത്രമേ ഉള്ളൂ എന്ത്? 6ന് കോപ്രൈമായിട്ട്. അതായത് അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 മാത്രമാണ്. ഇപ്പോൾ 1ഉം 6 എടുക്കുകയാണെങ്കിൽ അതിന് കോമൺ ആയിട്ട് 1 മാത്രമല്ലേ ഉള്ളൂ ഡിവൈസറായിട്ട് വരുന്നത്, അല്ല ഫാക്ടറായിട്ട് വരുന്നത്. 5ഉം 6ഉം എടുത്താലും എന്തുവാ? അത് കോപ്രൈമാണ് 1ഉം 6ഉം പോലെ. കാരണം 5ഉം 6നും കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ ഫാക്ടറായിട്ടുള്ളത്, ഹയസ്റ്റ് കോമൺ ഫാക്ടറായിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ 2 നമ്പേഴ്സ് കാണും. ഏത്? 1ഉം 5ഉം 6ന് താഴെ. അതാണ് ടോഷൻ്റ് എന്ന് പറഞ്ഞാൽ. ഒരു നമ്പറിൻ്റെ ടോഷൻ്റ് എന്ന് പറഞ്ഞാൽ ആ നമ്പറിന് താഴെ അതിന് കോപ്രൈമായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ എണ്ണമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 5 of 6 2 എന്ന് പറയാൻ 6ന് താഴെ 2 നമ്പർ കാണും, സച്ച് ദാറ്റ് ആ 2 നമ്പേഴ്സ് 6ന് കോപ്രൈമായിട്ടായിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ആലോചിച്ച് വെച്ചേക്കണം. പിന്നെ ഒരു പ്രൈം നമ്പറിനെ സംബന്ധിച്ച് നിങ്ങളിത് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് അടുത്ത് നോക്കുക. ഒരു പ്രൈം നമ്പറിനെ സംബന്ധിച്ച് ഇഫ് n എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ, ഇഫ് n = എ പ്രൈം നമ്പർ, n ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അതിൻ്റെ ടോഷൻ്റ് വിൽ ഓൾവേസ് ബി n - 1. ഇതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അതായത് ഇപ്പം n എന്ന് പറയുന്ന ഒരു നമ്പർ പ്രൈം നമ്പർ ആണെങ്കിൽ അതിൻ്റെ ടോഷൻ്റ് എപ്പോഴും ഏതായിരിക്കും? ആ നമ്പറേ -1 ആയിരിക്കും. കാരണം നോക്കിയേ, n ഇപ്പോൾ 7 ആണെങ്കിൽ 7നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ എഴുതുന്നത്? 7⁻1 അല്ലേ? അതിന് പിന്നെ ഫർദർ പ്രൈമിൻ്റെ രീതി എഴുതാൻ പറ്റുമോ? അപ്പോൾ 5 of 7 എന്ന് പറഞ്ഞാൽ n × 7 × 1 - 1/a 1 - 1/7 അല്ലേ? ഇത്രയല്ലേ എഴുതാൻ പറ്റൂ. അതായത് 7 × 6/7 എത്ര കിട്ടി? 6 കിട്ടി. 6 എന്ന് പറഞ്ഞാൽ എന്തുവാ? 7 - 1 അല്ലേ? അപ്പോൾ ഏതൊരു പ്രൈം നമ്പറിനെ സംബന്ധിച്ച് അതിൻ്റെ ടോഷൻ്റ് എന്ന് പറഞ്ഞാൽ ആ നമ്പറേ -1 ആയിരിക്കും. ഇവിടെ 6 കിട്ടിയതിൻ്റെ അർത്ഥം എന്താ? 7ൻ്റെ താഴെ 6 നമ്പേഴ്സ് ഉണ്ട്, സച്ച് ദാറ്റ് ആ 6 നമ്പരും 7ന് കോപ്രൈം ആയിരിക്കും. ആ
7ഉം അതിന് താഴെയുള്ള ഏതെങ്കിലും 6 നമ്പേഴ്സിൽ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം 7ൻ്റെ ഫാക്ടേഴ്സ് അല്ലായിരിക്കും, അല്ലെങ്കിൽ 7ഉമായിട്ട് കോപ്രൈം ആയിരിക്കും. ഇപ്പോൾ ക്ലിയർ അല്ലേ? നമുക്കിത് ക്വസ്റ്റ്യനിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മൾ പഠിച്ചായിരുന്നു a⁵n ബൈ n-ൻ്റെ റിമൈൻഡർ 1 ആയിരിക്കുമെന്ന്. ഈ ഒരു രീതി കിടക്കുന്ന അറേഞ്ച്മെൻറ്റ് കിടക്കുന്ന ഏതൊരു സ്ട്രക്ചറിൻ്റെയും റിമൈൻഡർ 1 ആയിരിക്കും. n-ൻ്റെ പവർ അല്ലെങ്കിൽ a-ൻ്റെ പവറായിട്ട് വരുന്നത് n-ൻ്റെ ടോഷ്യൻ്റ് ആയിരിക്കും. നോക്കിയാൽ 3⁻21. അപ്പോൾ 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ലേ? 3ഉം 5ഉം കോപ്രൈമാണ്. ആദ്യം അത് നോക്കുക. ഓക്കെ, 3ഉം 5ഉം കോപ്രൈമാണ്. നമുക്കിനിയും പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പം 5, 3ഉം കോപ്രൈമാണ്. ആൻഡ് 3, 5 കോപ്രൈമാണ്. ആൻഡ് 5 ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അതിൻ്റെ ടോഷ്യൻ്റ് എത്ര വരും? ഒരു പ്രൈം നമ്പറിൻ്റെ ടോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ -1. അപ്പം 5ൻ്റെ ടോഷ്യൻ്റ് 4 വരും. അപ്പോൾ ഈ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3⁻21/4. അതായത് ഈ ടോഷ്യൻ്റ് എത്ര കിട്ടുന്നു അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പറിൻ്റെ ടോഷ്യൻ്റ് കണ്ടുപിടിച്ച് ഈ മണ്ടായി കിടക്കുന്ന നമ്പറിൻ്റെ പവറിനെ ഡിവൈഡ് ചെയ്യണം. അതായത് 3⁻21/4/5. നോക്കിയേ, 21/4 റിമൈൻഡർ എത്ര വരും? 21/4 റിമൈൻഡർ 1. അപ്പോൾ പവറിൻ്റെ 3⁻1/5. ഇതായിരിക്കും നമ്മുടെ ഫർദർ അല്ലെങ്കിൽ ഫൈനൽ റിമൈൻഡർ എന്ന് പറയുന്നത്. 3 അല്ലെങ്കിൽ 3 നോക്കിക്കേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3⁻20 × 3/5 എന്ന് എഴുതിക്കൂടെ? /4 ഇങ്ങനെ എഴുതിക്കൂടെ? 3⁻21 നമുക്ക് 3 ഞാനതൊന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ ആയെന്ന് എനിക്കറിയാം. എല്ലാം വായിച്ച് കളഞ്ഞിരും. എന്നിട്ട് ഇങ്ങോട്ട് നോക്കാം. 3⁻21 3⁻20 × 3/5 എന്ന് എഴുതിക്കൂടെ? a⁻m × a⁻n a⁻m+1. പഴയതുപോലെ 3⁻21 വന്നു. ഇനി 3⁻20 ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കേ. ഈ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ a⁵n/n എന്നുള്ള രീതിയിൽ ഇതിനെ എഴുതാമല്ലോ. കാരണം 3⁻20/4/5 ഇതിൻ്റെ റിമൈൻഡർ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഇനി റിമൈനിങ് ഉള്ള 3/5 മാത്രം നമ്മൾ എടുത്താൽ മതി. നമ്മളിതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ആദ്യം 5ൻ്റെ ഈ ഒരു ഫ്രാക്ഷനിൽ 5ൻ്റെ ടോഷ്യൻ്റ് എടുക്കും 4. ആ 4 കൊണ്ട് നമ്മൾ ഈ പവറിനെ ഡിവൈഡ് ചെയ്യും. അതായത് ഇവിടെ കിട്ടുന്ന റിമൈൻഡർ എത്ര? ഇവിടെ കിട്ടുന്ന ഈ മണ്ടേ കിട്ടുന്ന റിമൈൻഡർ 1. അപ്പം 3⁻1, അതായത് 21-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനും റിമൈൻഡർ 1 വരും. അതിവിടെ എഴുതി. ഇനിയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വരും? 3/5. റിമൈൻഡർ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ റിമൈൻഡർ 3 ആയിരിക്കും വരുന്നത്. ഇനി 2⁻64/7 നോക്കിക്കേ. 2⁻64/7 2ഉം 7ഉം കോപ്രൈം ആണോ നോക്കണം. ആണ്. 7ൻ്റെ എത്ര? 7ൻ്റെ ഇതെത്ര? ടോഷ്യൻ്റ് എത്ര? ടോഷ്യൻ്റ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ 7 ഒരു പ്രൈം നമ്പർ, അതേ -1 6 ആയിരിക്കും. എന്ത്? എൻ്റെ ടോഷ്യൻ്റ് എന്ന് പറയുന്നത് 7ൻ്റെ ടോഷ്യൻ്റ്. അപ്പം ഈ കിട്ടിയ ടോഷ്യൻ്റ് ഡിനോമിനേറ്ററിൻ്റെ ടോഷ്യൻ്റ് കണ്ടുപിടിച്ച് ന്യൂമറേറ്ററിൻ്റെ പവറിനെ ഡിവൈഡ് ചെയ്യണം. 64/6/7. ഓക്കെ, ഇത് ചെയ്യാൻ നേരം 60-നകത്ത് എത്ര? 2⁻4/7 എന്ന് വരും. അതായത് 64/6 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 4 വരും /7. അതായത് 2⁻4 എന്ന് പറഞ്ഞാൽ 16/7. റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ 4 വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ 4 വരും. ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു. ആദ്യം ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും കോപ്രൈം ആണോ നോക്കുക. 2 ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. ആദ്യം ഡിനോമിനേറ്റർ ഉള്ളതിൻ്റെ ടോഷ്യൻ്റ് കണ്ടുപിടിക്കുക. ഡിനോമിനേറ്ററിലുള്ള ടോഷ്യൻ്റ് കണ്ടുപിടിക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. അത് പ്രൈം നമ്പറാണ്, എളുപ്പം തന്നെ കണ്ടുപിടിക്കാം. പ്രൈം നമ്പറാണ്, അതിൽ നിന്ന് 1 കുറയ്ക്കുന്നതായിരിക്കും ടോഷ്യൻ്റ്. അപ്പം 6 ആയിരിക്കും 7ൻ്റെ ടോഷ്യൻ്റ്. ആ ടോഷ്യൻ്റ് കൊണ്ട് ന്യൂമറേറ്ററിൽ കിടക്കുന്ന നമ്പറിൻ്റെ പവറിനെ ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ പവറിൽ ശിഷ്ടം എത്ര വരുന്നു നോക്കും. 4 വരും. അപ്പോൾ 2⁻4/7 ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും.
അപ്പം ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സസിൽ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും, എൻ്റയർ ചാപ്റ്റർ വൈസ് ആയിട്ട്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഇപ്പോൾ പറഞ്ഞതിൻ്റെ കംപ്ലീറ്റ് ബേസിക്സ് ടു ബേസിക്സ് ഉള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന് ശേഷം വരുന്നത് സർക്കിൾ സെഷനാണ്. അപ്പോൾ ബേസിക് സർക്കിൾ എന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് സെഷൻ്റെ പേര്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ബേസിക്സ് ആയിട്ടൊരു വർക്കൗട്ട് മെറ്റീരിയൽ ആയിട്ട് ചെയ്യാനായിട്ട് തരും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ഈ എക്സ്ട്രീം സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസിക് സർക്കിളും എക്സ്ട്രീം സർക്കിളിലും ഞങ്ങളെപ്പോലുള്ള മെൻറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണും. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം സർക്കിളിൽ ബേസിക്സ് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത മെയിൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഈ 2 സെഷനിലും നിങ്ങളെ സർക്കിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ആയിരിക്കും ഇരുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഇടയിൽ തന്നെ തീർക്കാനും പറ്റും. ആൻഡ് മൊണോട്ടോണസിറ്റി ഇല്ലാതെ പഠിച്ചു പോകാൻ പറ്റും, അടുപ്പില്ലാതെ പഠിച്ചു പോകാനും പറ്റും. ഒപ്പം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഈ 2 സെഷനിലും ഞങ്ങളെപ്പോലുള്ള മെൻറ്റേഴ്സും കാണും. പിന്നെ വരുന്നത് സൂപ്പർ ബാച്ച് ആണ്, അല്ലെങ്കിൽ ഫോക്കസ് ബാച്ച് എന്ന് പറയും. ഓരോ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോഴും അതിന് തൊട്ട് മുന്നോടി 2 മാസം മുന്നോടി തുടങ്ങുന്ന ബാച്ച് ആയിരിക്കും സൂപ്പർ ബാച്ച്. ആ 2 മാസം കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു അപ്കമിങ് എക്സാം ആയിരിക്കും. അപ്പം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും. അവിടെയും നിങ്ങളെ സർക്കിൾസ് ആക്കി ആയിരിക്കും ഒഴിക്കുന്നത്. ഒപ്പം ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് വഴി ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിംഗിൽ റിപ്പ് എന്ന് പറയും. വർക്കൗട്ട് സെഷൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. നിങ്ങൾക്ക് കംപ്ലേസൻ്റ് അല്ലാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ ആണ് വരുന്നത്. എല്ലാ PO എക്സാംസിൻ്റെയും ഫൈനൽ സ്റ്റേജ് ഇൻ്റർവ്യൂ റൗണ്ടാണ്. അപ്പോൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മോക്ക് സെഷനും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ് കൊണ്ട് ഓൺലൈൻ കോച്ചിങ് കൊണ്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രിഫർ ചെയ്ത് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ആയി. അടുത്ത സെഷൻ എന്ന് പറയുന്നത്, അതായത് നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ വരുന്നത് ബുക്ക് മാർക്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാ സാറ്റർഡേ സൺഡേയും അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ള ന്യൂ പാറ്റേണോ അല്ലെങ്കിൽ ട്രിക്ക് ഉള്ളതോ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഉറയ്ക്കുന്നോ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണം, പ്രാക്ടീസ് ചെയ്തോണം. കമ്പാരിറ്റീവ്ലി ആൾക്കാർ ഒരു ടഫ് ഷിഫ്റ്റിൽ കുറച്ച് അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ട്രിക്കും കിട്ടും. ഇനിയും അത് വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾ ഏതായിരിക്കും CHSന് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് അപ്പം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.